സോ ഗൈസ്, അങ്ങനെ ഞാൻ ഡി സിയുടെ ഡി സി എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിന്റെ അവസാനത്തെ സിനിമ കണ്ടിരിക്കുകയാണ്. തിയേറ്ററിലൊന്നുമല്ല, ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത്. സോ കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞേ എന്തോ ഒന്ന് ഒരു ഉള്ളി എന്നൊരു സാമാനം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളത്. സോ ഫൈനലി ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദിയാൻ. ടുഡേ വി ആർ ടു ടോക്ക് അബൌട്ട് അക്വാമാൻ 2 ദ ലോസ്റ്റ് കിങ്ഡം. സോ ഗൈസ്, ദ മൂവി എന്താണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയേണ്ടതെന്ന് ഇപ്പോഴും ഒരു ബോധമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഡി സിയോടാണ്, വാണർ ബ്രദേഴ്സിനോടാണ്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സിനിമ? ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആ ഫസ്റ്റ് പാർട്ട് അക്വാമാൻ 1 എന്ന് പറയുന്ന ഒരു മൂവി അത് മതിയായിരുന്നു. എന്തിനിങ്ങനെ ഒരു സക്കം പാട്ട് അന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണോ ഇപ്പോഴും ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്? എനിക്ക് അറിഞ്ഞുകൂടി. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആവറേജ് സൂപ്പർ ഹീറോ പടം, ബെറ്റർ ദാൻ ഫ്ലാഷ് സിനിമ. എന്നെ സംബന്ധിച്ച് നോക്കുവായിരുന്നു, ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമയായിരുന്നു ഫ്ലാഷ് മൂവി എന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ അതിൻ്റെ കോമിക്കും ഈവൻ ആനിമേഷൻ മൂവി പോലും ഞാൻ കണ്ട വ്യക്തിയാണ്. രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈവൻ എക്സ്പെഷ്യലി ആ കോമിക്സ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പോട്ടെ, അത് വിട്. അതിനേക്കാളും ബെറ്ററാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും നല്ലത് അക്വാമാൻ 1 തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ആവശ്യമില്ല. എന്ത് പ്ലോട്ടാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചൈൽഡിഷ് മൂവി, എന്ത് കൊച്ചു പിള്ളേർക്ക് കാണാം സാധനം, അത്രേ ഉള്ളൂ. കാരണം ആദ്യം ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് അത്യാവശ്യം എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അക്വാമാൻ 1 എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആണ്. എനിക്കൊന്ന് 1 ബില്യൺ അത്ര എങ്ങാണ്ട് അത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്നൈഡർ വേഴ്സിനുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, ജെയിംസ് വാൻ എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു. പുള്ളിയുടെ അധികം സിനിമ ഞാൻ കണ്ടിട്ടില്ല. കോംജിറൈനും അങ്ങനെ ചില സിനിമകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ബട്ട് അക്വാമാൻ 1 ഈസ് റിയലി ഓസം എന്ന് പറഞ്ഞാൽ ഗൂസ് ബംപ് സീൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ചവറ് പോലുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടാനും മാത്രം കിടില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത്യാവശ്യം വെയിറ്റഡ് ആയിരുന്നു. അപ്പം ആദ്യമേ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഇതല്ല സ്റ്റോറി എന്ന് പറഞ്ഞ് രണ്ടാമതൊരു സ്റ്റോറി എഴുതി. പിന്നെ ഷൂട്ട് ചെയ്തു. പിന്നെ അതിനെ റീഷൂട്ട് ചെയ്തു. പിന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ബെൻ അഫ്ലെക്കിന്റെ ബാറ്റ്മാൻ ഉണ്ടെന്ന്. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോഴാണ് അവർ ആ പെണ്ണുമ്പിളായിട്ടുള്ള പ്രശ്നം, ടോണിയുടെ ആംബർ ഹെഡ് തമ്മിലുള്ള വിഷയം. അത് കാരണം ആംബർ ഹെഡിനെ ഫയർ ചെയ്തു എന്ന് പറയും. പിന്നീട് അവരുടെ സീൻ കുറേ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് റീഷൂട്ട് നടത്തുകയും അങ്ങനെ ഒരു 3-4 വട്ടം റീഷൂട്ട് ചെയ്ത സിനിമ. ഇതിലും ഭേദം ഇവർ ഇറക്കാതിരിക്കുന്നതായിരുന്നു. അതായിരുന്നു നല്ലത്. സാധാരണ ഞാൻ ഇങ്ങനെ ഒരു ഡി സി മൂവിയെ കുറിച്ചൊന്നും അധികം ഒന്നും സംസാരിക്കാത്തതാണ്. ബിക്കോസ് മാർവലിന് കിട്ടുന്ന ഒരു പൊട്ടൻഷ്യൽ ഡി സിക്ക് കിട്ടുന്നില്ല. അത് ഞാൻ വഴിയെ പറയാം. സിനിമയെക്കുറിച്ച് ഇനി ആദ്യമേ സംസാരിക്കാം. സിനിമ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, കൊച്ചു പിള്ളേർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലോട്ട്, അല്ലാതെ അതിനും എടുത്തു പറയാൻ മാത്രം ഒന്നുമില്ല. പിന്നെ വിഷ്വൽസ്, ഗംഭീര വിഷ്വൽസ്, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി തിയേറ്ററിൽ 3Dയിലൊക്കെ കണ്ടവർക്ക് ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. കഴിഞ്ഞു ഞാൻ ഒ ടി ടി കണ്ടുകൊണ്ട് അത്ര എക്സ്പീരിയൻസ് കിട്ടില്ലെങ്കിലും വിഷ്വൽസും ഒക്കെ അമേസിംഗ് ആയിരുന്നു. വേറെ ലെവൽ വിഷ്വൽസ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ റേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. ഇത് രണ്ടും ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതിൽ. എനിക്കൊന്ന് അക്വാമാൻ 1 ഇതിനേക്കാളും നല്ല കുറേ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അത്രയും ഫൈറ്റ് സീനുകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് അത്രയും പേഴ്സണലി എടുത്തു പറയാനും മാത്രമില്ല, ഓർത്തിരിക്കാനും മാത്രമോ എടുത്തു പറയാനും മാത്രമോ പറ്റുന്ന നല്ലൊരു ഫൈറ്റ് സീനോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് മൂവി, ബട്ട് ബെറ്റർ ദാൻ ഫ്ലാഷ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ഇത്രയും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇനി ആ സിനിമയെക്കുറിച്ച് പറയാനൊന്നുമില്ല. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് മാർവലിനെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഡി സിയെ കുറിച്ച് ഞാൻ എന്താണ് കുറ്റമൊന്നും പറയാത്തത്. ബിക്കോസ് ഡി സിയുടെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇപ്പം മാർവലിന് ഡിസ്നി കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പോലെ ഡി സിക്ക് വാർണർ ബ്രോസ് കൊടുക്കാറില്ല. മാർവലിന് ഡിസ്നി കൊടുക്കുന്ന പോലത്തെ ഒരു ബാക്ക് സപ്പോർട്ട് ഡി സിക്ക് WB കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഡി സിക്ക് എന്നാ കയറി പോകേണ്ടതായിരുന്നു. ബിക്കോസ് ആ സ്നൈഡറിന്റെ കയ്യിലൊക്കെ സ്റ്റോറി ഇരുന്ന സമയത്ത് സ്റ്റോറി ആയിരുന്നു അറിയാമോ? ആ ഒരു സാക്ക് സ്നൈഡർ ജസ്റ്റിസ് ലീഗ്, ആ ഒരു ഒറ്റ മൂവി കണ്ടാൽ മതി പുള്ളിയുടെ വിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കോ ഇൻജസ്റ്റിസ് സൂപ്പർമാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈനായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. എന്ത് പറയാൻ, അത് ക്യാൻസൽ ചെയ്തു. ബട്ട് ഈ ഒരു സിനിമ ഇറങ്ങിയോടെ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ആദ്യമേ ദുഃഖം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ സ്നൈഡർ വേഴ്സിലുള്ള അവസാനത്തെ സിനിമയായിരുന്നു അക്വാമാൻ 2 എന്ന് പറയുന്നത്. ഇതോടുകൂടി അക്വാമാൻ 2 എന്ന് പറഞ്ഞ ഒരു സിനിമ അവസാനിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു യൂണിവേഴ്സ് അവസാനിപ്പിക്കുകയാണെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊരു ചെറിയ ട്രിബ്യൂട്ടിങ്ങിലും കൊടുക്കായിരുന്നു. അതൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. എന്തിനോ വേണ്ടി ഒരു ചെറിയ പോസ്റ്റ് ക്രെഡിറ്റ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? പിന്നെ ഒരു എൻ ക്രെഡിറ്റ് വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ ഒരു എൻ ക്രെഡിറ്റ്. അല്ലാതെ എടുത്തു പറയാനും മാത്രം ഒന്നുമില്ല. ബട്ട് പകരം എന്തേലും ഈവൻ ആ ഒരു യൂണിവേഴ്സ് അവസാനിക്കുകയാണ്. സോ ഈ യൂണിവേഴ്സിൽ നിന്നും അടുത്ത ഇനിയിപ്പം ജെയിംസ് ഗണ്ണിന്റെ ഡി സി യൂണിവേഴ്സ് വരാൻ വേണ്ടി പോവാണ്. ഡി സി എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ നിന്നും ഡി സി യൂണിവേഴ്സിലോട്ട് മാറാൻ പോകണം. അപ്പം അതിനിടയിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് പോസ്റ്റ് ക്രെഡിറ്റിനൊക്കെ കൊടുക്കാമായിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആ സാക്ക് സ്നൈഡറിന്റെ യൂണിവേഴ്സ് എത്ര
രസമായിരുന്നുള്ള കാര്യം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് അവസാനിക്കുന്നു ഉള്ള ഒരു വിഷമമുണ്ട്. എന്നാൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തീർന്നു കിട്ടിയല്ലോ എന്നുള്ളതാണ്. ആക്ച്വലി ഈ കഴിഞ്ഞ 3 സിനിമ ഷസാം, ഫ്ലാഷ്, അതേപോലെ ഇപ്പോൾ വന്നേക്കുന്നത് അക്വാമാൻ 2, അതേപോലെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബ്ലൂ ബീറ്റിലും, ഈ 4 സിനിമകളൊക്കെ എന്തിനോ വേണ്ടി എടുത്തു വെച്ചേക്കുന്നില്ല. പക്ഷേ ബ്ലൂ ബീറ്റിലൊന്നും ഈ യൂണിവേഴ്സിൽ ഉള്ളതാണോ എന്ന് പോലും എനിക്ക് പിടുത്തമില്ല. എനിവേ അത് വിട്ടേക്കുക. സോ ഇനിയും ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സ് വരാൻ വേണ്ടി പോവാണ്. ആകെ കൂടെ ഒരു പ്രതീക്ഷ ഉള്ളത് അതാണ്. ഇനിയും കുറേയാണ് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ രീതി വന്നിട്ട് എന്തോ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ ചോദിക്കുന്നിടത്ത് എനിക്ക് പറയാനുള്ള കാര്യം, പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സാക് സ്നൈഡറിനെ. അങ്ങേരെ ഇനി വരുമോ നോക്കണം. അങ്ങേരെ ഒരു 10-15 വർഷത്തേക്ക് നെറ്റ്ഫ്ലിക്സിൽ പെട്ട് കിടക്കുകയാണ്. റബൽ മൂൺ എന്ന് പറയുന്ന സീരീസും ആ ഒരു ഫ്രാഞ്ചൈസിയോടൊക്കെ ബന്ധപ്പെട്ട് പുള്ളി അതിൻ്റെ അകത്ത് പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇനിയും ആ ഒരു യൂണിവേഴ്സ്, ഇത്രയും തകർന്ന് നടക്കുന്ന ഒരു യൂണിവേഴ്സിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ മുന്നോട്ട് വന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ജെയിംസ് ഗൺ ആണ്. സോ പുള്ളി അതിനൊന്ന് ട്രൈ ചെയ്യാനൊരു അവസരം കൊടുക്കുക. പ്ലീസ് ലെറ്റ് ഹിം കുക്ക്. പുള്ളി ഒന്ന് ചെയ്യട്ടെ. പുള്ളിയുടെ ഇപ്പം എനിക്കൊന്ന് 2025-ലോ 2026-ലോ മറ്റോ ആണ് DC-യുടെ ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സായ DCUലെ ഫസ്റ്റ് സിനിമ സൂപ്പർമാൻ ലെഗസി വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു സിനിമയൊക്കെ ഇറങ്ങി ആ ഒരു യൂണിവേഴ്സ് ഒന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ആ ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, നെഗറ്റീവാണ് എന്ന് നമുക്ക് ഇനിയും പറയാം. കാരണം ഇത്രയും നാളും WB എന്ത് പറയുന്നോ അതുകൊണ്ടായിരുന്നു DC പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. DCക്ക് സ്വന്തമായിട്ട് നിന്ന് ഒരു തീരുമാനം എടുക്കാൻ തക്ക ശേഷിയൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. DC എന്ത് വിചാരിക്കുന്നോ, DCയുടെ CEO ആയ ജെയിംസ് ഗൺ എന്ത് വിചാരിക്കുന്നോ അതിനി നടത്താനായി സാധിക്കും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ റൈറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത്. സോ DC ഇപ്പം ടോട്ടലി ഫ്രീഡം കിട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇനി അവർക്ക് അവരുടെ ഇപ്പം മാർവൽ ചെയ്യുന്ന പോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് എന്തും ചെയ്യാം. അതിൽ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ WB കൈ കടത്താനായിട്ട് അവർക്ക് അവകാശമുള്ളത്. നോക്കി പുള്ളിയുടെ വർക്ക് ചെയ്യട്ടെ. എന്നിട്ട് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് പറയാം. ഇനി ഞാൻ എന്തുകൊണ്ടാണ് DC-യെ എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് പലരും ചോദിക്കുന്നത്. അത് വേറെ കാരണമൊന്നുമല്ല. DC എന്താണെന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ DCയുടെ കോമിക്സോ അല്ലെങ്കിൽ ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സ് ഉണ്ട് DCക്ക്. സോ അതൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും DCയുടെ സ്റ്റോറി ലൈൻ എന്ത് റേഞ്ച് ആണെന്നുള്ള കാര്യം. DCക്ക് ഒരു പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ സ്റ്റോറി ലൈൻ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നല്ല കുറേ സ്റ്റോറി ലൈനൊക്കെ ഇറക്കാൻ സാധിക്കും. സോ അങ്ങനെ ഒരുപാട് കാര്യമുള്ളതെന്നാണ് ഇപ്പോഴും DC ഫാൻസ് തന്നെ ഇപ്പോൾ ഉള്ളത്. കാരണം അങ്ങനെ ഒരുപാട് സ്റ്റോറി ലൈനൊക്കെ DCയുടെ കയ്യിലിരിപ്പുണ്ട്. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ ആരെങ്കിലും കാണും, ഈ ഒരു പോയിന്റ് വരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ഹീറോ ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് DC-യുടെ ഒരു മെച്ചപ്പെട്ട സിനിമ കാണണം, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ ഫാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ചഡായിട്ട് കാണേണ്ട ഒരു മൂവി സിനിമാറ്റിക് യൂണിവേഴ്സാണ് DCയുടെ DCAMU എന്ന് പറയുന്നത്, DC ആനിമേറ്റഡ് മൂവി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പറ്റുവാണെങ്കിൽ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ആനിമേഷൻ ആണെന്ന് പറഞ്ഞ് ആരും കാണാതിരിക്കരുത്. ദി ബെസ്റ്റ് ഐറ്റമാണ്. DC എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ജസ്റ്റിസ് ലീഗ് ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഫ്ലാഷ് മൂവി എടുത്തിട്ടുള്ളത്. സോ ലൈവ് ആക്ഷനെ കൊണ്ടൊന്നും ഇത്രയും കുളവാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് നിങ്ങൾ ലൈവ് ആക്ഷൻ പ്രതീക്ഷിച്ച് ഒരിക്കലും ആരും ഇത് കാണാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ ലൈവ് ആക്ഷൻ മൂവി. അമ്മാതിരി റേഞ്ചാണ്. സോ അതിൻ്റെ അകത്ത് ഒരുപാട് 10-15 സിനിമകളുണ്ട്. 15 സിനിമകളും കാണാൻ പറ്റുന്നതൊക്കെ മാക്സിമം ആ ഒരു മൂവി ഫ്രാഞ്ചൈസും കാണാനായി ശ്രമിക്കുക. ആക്ച്വലി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് കരുതി. ആക്ച്വലി ഇതുപോലും ഞാൻ പറയണമെന്ന് കരുതിയതല്ല. ബട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ അകത്ത് പകുതി മുക്കാലും കാര്യങ്ങളും ഞാൻ ആ സിനിമയെക്കുറിച്ചല്ല പറഞ്ഞതെന്നും എനിക്ക് ബോധ്യമുണ്ട്. ഇനി ഒരു ഹോപ്പ് ഉണ്ട്. ദ മാൻ ഓഫ് ഹോപ്പ്, സൂപ്പർമാൻ ലെഗസി എന്ന് പറഞ്ഞൊരു സിനിമ, അതിനെ അത്യാവശ്യം നല്ലൊരു ഹോപ്പോടുകൂടിയാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ജെയിംസ് ഗൺ ഈവൻ മാർവെല്ലിൽ തന്നെ ഇത്രയും മോശമായിട്ടിരുന്ന സമയത്ത് ജെയിംസ് ഗൺ മുന്നോട്ട് വന്ന് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 3 ചെയ്യുകയും അത് ഹിറ്റാവുകയും ചെയ്തു. അത്രയും ഫ്ലോപ്പുകളുടെ ഇടയിൽ നിന്നാണ് ആ ഒരു സിനിമ ഹിറ്റായത്. അത് മാത്രമല്ല, ഈവൻ DC-യുടെ തന്നെ 2 പ്രോജക്ട്സ്, സൂയിസൈഡ് സ്ക്വാഡ് 2-ഉം അതുപോലെ തന്നെ പീസ് മേക്കറും, ഇത് 2 സിനിമകളും ജെയിംസ് ഗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ 2 പ്രോജക്റ്റുകളും ഈ പീസ് മേക്കർ എന്ന് പറയുന്നത് ഒരു സീരീസ് ആണ്, സിനിമയല്ല. ഈ 2 പ്രോജക്റ്റുകളും, ഇതിലെ പീസ് മേക്കർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈവൻ സൂയിസൈഡ് സ്ക്വാഡ് 2 അത് എനിക്ക് 1-നേക്കാളും അത്യാവശ്യം ഇഷ്ടപ്പെടാണ്. പലർക്കും 1 ആണ് ഒരു ഭൂരിഭാഗം ഓഡിയൻസിന് 1 ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും കൂടുതൽ പേർക്ക് 2 ആണ് ഇഷ്ടപ്പെടുന്നത്. 2 രീതിയിൽ ഓഡിയൻസ് പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി 1-നേക്കാളും 2 ആണ് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു യൂണിവേഴ്സ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇനിയും DC കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും DC സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. കാരണം ഇത്രയും നാൾ നിന്നതുപോലൊന്നും അല്ല. DC ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമില്ല. DCക്ക് വേണം എന്ന് കയറി കഴിഞ്ഞാൽ നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയണം എന്ന് വിചാരിച്ചതല്ല, വന്നു പോയതാണ്. ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. സോ ഇതിലും നല്ലൊരു എപ്പിസോഡോടെ കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി, സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.